Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am continuing with SCRT Class 9 Chapter 1 Area. This is the last part of this chapter. In triangle division itself, we are having one more concept to learn. That is, in any triangle, the bisector of an angle, the bisector എന്ന് വെച്ചാൽ ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ലൈൻ. ഇപ്പൊ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ് ചെയ്യും ഏതിനെ? ഓപ്പോസിറ്റ് സൈഡിനെ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി സിനെ ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ. ഈ രണ്ട് സൈഡിന്റെ റേഷ്യോ അനുസരിച്ച്, അതായത് എ ബി ഇസ് ടു ബി സി, എ ബി ഇസ് ടു എ സി, ഈ രണ്ട് സൈഡ്സ് ആണ് എ ബി ഇസ് ടു എ സി. ഇവിടെ ഞാൻ ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ സെയിം ആസ് ബി ഡി ഇസ് ടു ഡി സി. സോ ദ ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്. ആ ആംഗിൾ ബൈസെക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ അതർ ടു സൈഡ്സ്. അതർ ടു സൈഡ്സ് ആണ് എ ബിയും എ സിയും. So the opposite side is being divided by the angle bisector in the ratio of the remaining other two sides. അപ്പൊ ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ ദ പ്രോബ്ലം ഇറ്റ് ഇസ് ഫ്രം ദ എക്സസൈസ് ക്വസ്റ്റ്യൻ. എക്സസൈസ് ക്വസ്റ്റ്യനിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പേജ് നമ്പർ 20. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. In the picture below, the side AC of the triangle ABC is extended to D. ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ഇതാണ് ട്രയാങ്കിളിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇൻ ദിസ് ദ സൈഡ് എ സി, ഈ സൈഡ് ഇസ് എക്സ്റ്റെൻഡഡ് ടു ഡി. ഡി വരെ ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു ബൈ ആഡിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് സി ബി. അപ്പൊ ഈ സി ബി എന്നുള്ള ലെങ്ത്, ഈ ലെങ്ത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ദോസ് ടു സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ദെൻ ദ ലൈൻ ത്രൂ സി, സോ ദ ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി, അത് ഇവിടെ വരച്ചിട്ടുണ്ട്. ദ ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി ഈസ് ഡ്രോൺ ടു മീറ്റ് എ ബി. ഈ പാരലല് എ ബിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എറ്റ് ഇ. സോ വൺസ് അഗെയിൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. Here the length AC is being extended. AC എന്ന് പറഞ്ഞാൽ ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തു, അതൊരു സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡി വരെ എത്തിച്ചു. അവിടെ സി ഡിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും സെയിം ആണ്. ആൻഡ് ഓൾസോ എ പാരലൽ ഇസ് ഡ്രോൺ. ഏതിന് പാരലായിട്ട്? ഡി ബിക്ക് പാരലായിട്ട് സിയില് ഒരു ലൈൻ വരച്ചു. ആൻഡ് വാട്ട് വി ഹാവ് ടു പ്രൂവ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താന്ന് നമുക്ക് അടുത്ത പേജിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് വിൽ സീ ഇറ്റ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സിഇ ബൈസെക്ട്സ് ആംഗിൾ സി. ഡിസ്ക്രൈബ് ഹൗ ദിസ് കാൻ ബി യൂസ് ടു ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. അങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഒരു പ്രൂഫാ, പ്രൂവ് ദാറ്റ് സിഇ ബൈസെക്ട്സ് ആംഗിൾ സി. അപ്പൊ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ തന്നെ എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ തന്നെ ഓൾറെഡി ഇവിടെ നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ വരച്ചതുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ഈ ലെങ്ത് ബി സി എന്ന് പറഞ്ഞ ലെങ്ത് സി ഡി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. സോ എ സി ഈസ് ബീങ് എക്സ്റ്റെൻഡഡ് ദ സെയിം ലെങ്ത് ആസ് ബി സി. ഈ ലെങ്ത്തും സെയിം ആണ്. സോ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ ബി സി ഡി? ട്രയാങ്കിൾ ബി സി ഡി is an isosceles triangle. അല്ലെ, രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ ബി സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താണ്? ഈസ് ഐസോസ്ലെസ്. അത് ഐസോസ്ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ if this angle is x, then this angle also will be x. അത് രണ്ടും x ആയിരിക്കും. So what will be the third angle? It will be ഈ ആംഗിൾ 180 minus 2x ആണ് ഈ ആംഗിൾ വരിക. അതായത് ആംഗിൾ BCD is equal to 180 minus 2x. This angle is 180 minus 2x.
ഇനി എ ഡി ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. എ ഡി ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പൊ ഇവിടെ ഈ ചെറിയ ആംഗിൾ 180 മൈനസ് 2x ആണെങ്കിൽ ഇതെന്ത് വരും? ദിസ് വിൽ ബി 2x. ദിസ് ടോട്ടൽ ആംഗിൾ വിൽ ബി 2x. ഇനി again what is told is BD and CE are parallel. BD is parallel to CE. So what about this angle? This angle is x. So ഈ CE യുടെ ഇവിടെയുള്ള ആംഗിളും x തന്നെയായിരിക്കും അല്ലെ? അവിടുത്തെ ആംഗിളിനും സെയിം. ഇത് ടോട്ടൽ 2x ആണ്. ടോട്ടൽ 2xന്റെ പകുതി എന്ന് പറഞ്ഞാൽ x ആണ്. സോ ഇവിടെ x ആയതുകൊണ്ട് ഇവിടെയുള്ള ആംഗിളും x ആണ്. ബിക്കോസ് ദീസ് ടു ആർ പാരലൽ. BD is parallel to CE. Therefore here the angles, അവിടെ ഈ ആംഗിളും ഇവിടെയുള്ള ആംഗിളും സെയിം ആയിരിക്കും. സോ ഈ CEയുടെയും ACD ഇടയ്ക്കുള്ള ഈ ആംഗിളും x ആണ്. So if that is x, then definitely the small angle also will be x. കാരണം total 2x ആണ്. അതിൽ ഒരു ആംഗിൾ x ആണ്, മറ്റേ ആംഗിളും x ആണ്. So what we got? Angle ACE is equal to angle BCE equal to x. അപ്പോൾ ഓരോ ആംഗിളും x ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? That CE bisects angle C. CE bisects angle C. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? ഫസ്റ്റ് BCD എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എടുത്തു. അത് ഐസോസ്ലസ് ആണ്. റീസൺ CD is the same as BC. അത് ഐസോസ്ലസ് ആയതുകൊണ്ട് ദീസ് ടു ആംഗിൾസ് വി ടുക്ക് ഇറ്റ് ആസ് സെയിം. അത് ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. രണ്ട് ഈക്വൽ ആംഗിൾസ് ആണ് ഉണ്ടാവുക ഇവിടെ. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 180 ആണ്. സോ 180 മൈനസ് 2x വിൽ ബി ദിസ് ആംഗിൾ. So if this angle BCD is 180 minus 2x, then the remaining angle will be ACB. ACB is equal to 180 minus 2x. ഏതിന്ന് മൈനസ് ചെയ്യണം? 180 മൈനസ് ചെയ്യണം. So 180 minus 2x, that is equal to 2x. അതുകൊണ്ടാണ് ഇവിടെ 2x ആയത്. ഇനി അത് ടോട്ടൽ 2x ആണ്. അതേപോലെ ഇവിടുത്തെ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്, BDയും CEയും. അത് രണ്ടും പാരലൽ ആവുമ്പോൾ ഇവിടെയുള്ള ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. they will be equal. So these two angles will be equal. So this also will be x. Total angle is 2x and one angle is x means the remaining angle also will be x. So this angle C, the angle ACB is divided by CE. It bisects angle C. CE bisects angle C because each angle it is x. So അതാണ് ആദ്യത്തെ പ്രൂഫ്. Now second proof, second question അവിടെ അതിലത്തെ സെയിം ഇതിൽ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷൻ ആണ്. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ in the ratio 4:5. ഇതേ പ്രൊസീജിയർ ചെയ്യണം നമ്മൾ. എന്നിട്ട് how an 8 cm long line in the same ratio how can we divide? So 8 cm long line should be divided in the ratio 4:5. How can we do this? So first what you have to do is you have to draw a line of length 8 cm. 8 cm long line is being drawn. Okay. Then two sides it should be 4 and 5. Two sides we have to take it as 4 and 5. One side we have to take 4 from one side. ഇവിടുന്ന് കോമ്പസിൽ 4 എടുക്കുക. From here 4 cm. പിന്നെ മറ്റേ സൈഡിൽ നിന്ന് 5 എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യാം. Then join that. Join this to other end also. Now we'll mark it as, let it be A, B and C. ഇനി നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞ പോലെ നമുക്ക് ഈ ബേസ് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇൻ ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ്. അതായത് സൈഡ്സിന്റെ റേഷ്യോ 4:5 ആണ്. അപ്പൊ അതേ റേഷ്യോയിൽ വേണം ബേസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി.
So for that, last question we were discussing, we have to extend AC എവിടം വരെ extend ചെയ്യണം? AC we have to extend from C to ഏത് ലെങ്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? We have to extend the same length of BC. BC യുടെ സെയിം ലെങ്ത് ആണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. You have to take what is the length of BC, same length AC അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോയിന്റ് D എന്ന് മാർക്ക് ചെയ്യുക. Then join the end points. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. Then keeping the set square, പാരലൽ വരയ്ക്കുന്നതൊക്കെ ആദ്യം ഞാൻ പറഞ്ഞു തന്നതാ. അപ്പൊ ഇത് ഇപ്പൊ ഈ BDക്ക് പാരലൽ ആയിട്ട് സിയിൽ വേണം വരയ്ക്കാൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കീപ് ദ സെറ്റ് സ്ക്വയർ at the on this line BD, keep the scale on the other side, drag it till it reaches the point C. ഇവിടെ നമ്മൾ പാരലൽ വരയ്ക്കുക. ഏതിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത്? BDക്ക് പാരലൽ ആണ് സിയിൽ വരയ്ക്കുന്നത്. So this point will mark it as E. Now since this we took it as 4 centimeter, this it was 5 centimeter, and this AB we took it as 8 centimeter. Now according to the last question which it was discussed here, എന്താ അവിടെ പറഞ്ഞത്? If ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, CD എക്സ്റ്റെൻഡ് ചെയ്തു, BD പാരലൽ ടു CE ആണെങ്കിൽ, this CE and also this is the angle bisector, ഈ CE angle bisector ആണെങ്കിൽ, then the line AB will be divided in the ratio of the sides. So in this way you can divide 8 centimeter long line in the ratio 4:5. അപ്പൊ എങ്ങനെയായിരുന്നു കൺസ്ട്രക്ഷൻ? എന്താ നമ്മൾ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ആ ലൈനിന്റെ ലെങ്ത് ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ഏത് റേഷ്യോയിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ആ റേഷ്യോ അതിന്റെ സൈഡ്സ് ആയിട്ട് എടുക്കുക. ഇപ്പൊ 4 സെന്റിമീറ്റർ ഇവിടെയും 5 സെന്റിമീറ്റർ ഇവിടെയും. എന്നിട്ട് യു ഹാവ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് AC till it reaches D. എത്ര ലെങ്ത്തിലാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? BC യുടെ ലെങ്ത്തിലാണ് CD എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. BC is 5 centimeter, same way CD is also 5 centimeter. Then join BD and draw a line parallel to BD at the point C. So the line is CE. It meets AB at E, and this line CE bisects the angle C. അതിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ അതിനെ ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ according to the theorem which we have learned today, എന്തായിരുന്നു തിയറം പഠിച്ചത്? Here we have discussed one theorem. See that in any triangle the bisector of an angle divides the opposite side in the ratio of the sides of the angle. So അത് വെച്ചിട്ട്, അതായത് the bisector ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. So according to that we can see that this CE divides AB in the ratio of the sides. So it is being divided in the ratio 4:5. This is the second sub question answer. Then the third sub question is, it is asked whether can we use it to divide an 8 centimeter long line in the ratio 3:4. How? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? 8 centimeter long line in the ratio 3:4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? What can we do here? 8 centimeter long line can we divide in the ratio 3:4? According to the theorem that is in a triangle, according to the triangle theorem, രണ്ട് സൈഡ്സിന്റെ സം, 3 സൈഡ്സ് ഉണ്ട്, അതിൽ 2 സൈഡ്സിന്റെ സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 2 ചെറിയ സൈഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറവാണ്, തേർഡ് സൈഡിനേക്കാളും കുറവാണ്. 3 + 4 എന്ന് പറഞ്ഞാൽ it is 7, which is less than 8. 3 centimeter plus 4 centimeter is less than 8. So ഇങ്ങനെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. So we cannot draw in the same way. We cannot draw
a triangle with the same length. Triangle with the length given. പക്ഷേ നമുക്ക് എങ്ങനെ മാറ്റാം ഇതിനെ? ഇത് റേഷ്യോ ആണ് അല്ലെ? റേഷ്യോ ആവുമ്പോൾ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാ റേഷ്യോനെ ചേഞ്ച് ചെയ്യാം? 3:4 എന്ന് പറഞ്ഞ റേഷ്യോനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഐ ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത് ദി റേഷ്യോസ് ബൈ 2 സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6:8. റേഷ്യോനെ അങ്ങനെ മാറ്റാലോ. സോ ഇത് ഈ രണ്ട് സൈഡും കൂടെ ആഡ് ചെയ്ത് നോക്ക്. വി ആർ ഗെറ്റിംഗ് 14 which is greater than the third side. So if we are changing the ratio, we can draw it in the same manner. So if we are not changing, if 3:4 ratio anengil we cannot do, but if we are changing it as 6:8 ratio, we can draw a triangle and we can divide an 8 centimeter long line in the ratio 6:8. You can try it in the same method which we discussed now. ഇനി ആ ചാപ്റ്ററിൽ 1 or 2 questions more it is there that we will discuss now. 6th ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തായിരുന്നു. ഇനി question number 8. Yeah. Question number 8 in the figure the diagonals of a trapezium split into 4 triangles. കണ്ടോ, ഒരു trapezium is split into 4 triangles ആക്കി, 4 triangle ആക്കി split ചെയ്തു. So in that ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ, ഇതിന്റെ ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ആ ബ്ലൂവിന്റെയും റെഡിന്റെയും നമുക്ക് അറിയാത്ത ഏരിയാസ് ആണ്. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താ? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഹോൾ ട്രപ്പീസിയം? ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണണം. ഇൻ എ ട്രപ്പീസിയം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഒരു വി ഹാവ് സീൻ വൺ ഫിഗർ ഇൻ ദ ലാസ്റ്റ് പ്രോബ്ലം. ഇതിനകത്ത് 2 പാരലൽ ലൈൻസ് ഉണ്ട് കണ്ടോ? 2 പാരലൽ ലൈൻസിന്റെ ഇടയ്ക്ക് വരുന്ന ട്രയാങ്കിള്, അതിന്റെ ഈ 2 സൈഡ്സ് ആ യെല്ലോ ഭാഗവും റെഡും ഈക്വൽ ഏരിയ ആണ്. സോ സെയിം വേ തന്നെയല്ലേ ഇതിന്റെ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്? ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് എ ട്രപ്പീസിയം. ഈ ട്രപ്പീസിയം ആണെങ്കിൽ ഈ റെഡും ഈ ദിസ് റെഡ് ആൻഡ് ദിസ് യെല്ലോ regions also will be same because it is coming under same parallel lines ന്റെ ഇടയ്ക്ക് വരുന്ന 2 ട്രയാങ്കിൾസിലുള്ള ഏരിയ ആണ്. ഈ ഭാഗം കോമൺ ആണ് ആ രണ്ടെണ്ണത്തിന്. സോ ഇഫ് ഐ എം റൈറ്റിംഗ് ഹിയർ ദിസ് ഇസ് എ ബി സി ആൻഡ് ഡി, വി ക്യാൻ സേ ദാറ്റ് ദിസ് റെഡ് റീജിയൻ ഇസ് ഓൾസോ 10 സെന്റിമീറ്റേഴ്സ്. ഇതും എത്രയാണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് ഇതിന്റെ ഏരിയ. അപ്പൊ 3 ഏരിയാസ് നമുക്കറിയാം. Again we don't know what is this blue area. ഇനി ആ ഒരു റീജിയന്റെ കൂടെ ഏരിയ കണ്ടുപിടിക്കണം. So here we know that the ratio of the areas will be the same as the ratio of the bases. So ഇവിടെ 10:20 ആണ്. അതേ റേഷ്യോ അല്ലേ ഇവിടെ ഈ കൊടുക്കുകയാണെങ്കിൽ AE:EC വരുന്നത് എങ്ങനെയായിരിക്കും? 10:20 റേഷ്യോ തന്നെയാണ് ഈ ഭാഗത്തും വരിക, അതായത് 1:2. അതേ റേഷ്യോ തന്നെയാണ് ഇവിടെയും വരിക. ഇതിന്റെയും ബേസ് സെയിം ആണ്. ഈ ബ്ലൂ ഇസ് ടു റെഡ് ട്രയാങ്കിളിന്റെയും യെല്ലോ ഇസ് ടു ഗ്രീൻ ട്രയാങ്കിളിന്റെയും ബേസസ് സെയിം ബേസസ് ആണ്. സോ വാട്ട് ക്യാൻ ഐ റൈറ്റ്? ഏരിയ ഓഫ് അല്ലെങ്കിൽ ഏരിയ ഓഫ് യെല്ലോ റീജിയൻ ഇസ് ടു ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ is the same as AE is to EC is the same as blue region is to red region. അപ്പൊ ഈ ആദ്യം യെല്ലോ റീജിയൻ ഇസ് ടു ഗ്രീൻ റീജിയന്റെ റേഷ്യോ കാണാം. ദാറ്റ് ഈസ് 1:2. യെല്ലോ ഇസ് ടു ഗ്രീൻ ഇസ് ഈക്വൽ ടു 1:2. അതേപോലെ AE ഇസ് ടു EC will also be equal to 1:2 തന്നെയായിരിക്കും. സെയിം തന്നെയാണ് ഈ ബ്ലൂ റീജിയനിലും വരിക. അതായത് ബ്ലൂ റീജിയൻ ഈസ് ടു റെഡ് റീജിയൻ വിൽ ഓൾസോ ബി 1:2. ബട്ട് ഇവിടെ നമുക്ക് ബ്ലൂ റീജിയൻ എക്സ് ആയിട്ടും എടുത്തു, റെഡ് റീജിയൻ 10 ആയിട്ട് എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു 1:2. സോ x/10 is equal to 1/2. So cross multiplying 2x is equal to 10 or x is equal to 5. So ഈ റീജിയനും 5 ആണ്.
Now what is the total area of the trapezium? Adding all those 20 plus 10 plus 10 plus 5. That is 30, 40, 45. 45 centimeter square. സോ ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്തുണ്ട്. ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് എലോൺ. തന്നെ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് 9th ക്വസ്റ്റ്യനിൽ. അതേപോലെ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അത് ട്രപ്പീസിയം തന്നെയാണ്. സോ ലൈൻസ് ആർ പാരലൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. റേഷ്യോ ഓഫ് ദി ഏരിയാസ് എടുക്കുക, ബേസസിന്റെ റേഷ്യോ സെയിം ആണ്. ആൻഡ് കമ്പയർ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ areas which it is not given there and find out the total area. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.